ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ സർജറി വിശേഷങ്ങളും പിന്നെ നല്ല സോഫ്റ്റ് പുട്ട് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറിയും കുറച്ച് ക്ലീനിങ്ങുമാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ക്ലീനിങ് ചെയ്യുന്നത് ഈ കൗണ്ടർ ടോപ്പാണ്. നമുക്ക് ക്ലീനിങ് ചെയ്തുകൊണ്ട് തന്നെ സർജറി വിശേഷങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. സർജറി ചെയ്തത് കേശവദാസപുരം ചൈതന്യ ഹോസ്പിറ്റലിലാണ് സർജറി ചെയ്തത്. ഡോക്ടർ ശരത്താണ്. സർജറിക്ക് എടുത്തിട്ടുണ്ടായിരുന്ന സമയം എന്ന് പറയുന്നത് 10 മുതൽ 15 മിനിറ്റാണ്. സർജറിക്ക് ശേഷം 2 മണിക്കൂർ ഒബ്സർവേഷനുണ്ട്. അതിനുശേഷം നമ്മുടെ സർജറി ചെയ്ത കണ്ണിൽ ഷീൽഡ് വെച്ചിട്ട് നമ്മളെ വീട്ടിലേക്ക് വിടും. ഇപ്പോൾ ഞാൻ മൊബൈൽ കാണിച്ചത് കണ്ണിൽ ഐ ഡ്രോപ്സ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അത് ഞാൻ പോയിട്ട് കണ്ണിൽ മരുന്നൊഴിച്ചിട്ട് വന്നു. അതാണ് ഞാൻ കാണിച്ചു തന്നത്. അപ്പോൾ ഷീൽഡ് വെച്ചിട്ട് നമ്മളെ വീട്ടിലേക്ക് വിടുന്നു. നമ്മൾ വീട്ടിൽ വന്നതിന് ശേഷം ഈ ഷീൽഡ് മാറ്റിയിട്ട് ഐ ഡ്രോപ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അതൊരു ശ്രദ്ധിച്ച് നമ്മൾ ചെയ്യേണ്ട ഒരു പണിയായിട്ട് എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ സർജറി നടന്നത് ഏപ്രിൽ 11-ാം തീയതി ആയിരുന്നു. ആദ്യത്തെ കണ്ണ് ലെഫ്റ്റ് കണ്ണാണ് ആദ്യം ചെയ്തത്. രണ്ടാമത് റൈറ്റ് കണ്ണ് 18-ാം തീയതിയും ചെയ്തു. ശനിയാഴ്ച ഫസ്റ്റ് കണ്ണ്, ലെഫ്റ്റ് കണ്ണ് ശനിയാഴ്ച ചെയ്തു. അതിനുശേഷം ചൊവ്വാഴ്ച നമുക്ക് ഫസ്റ്റ് റിവ്യൂ ഉണ്ടായിരുന്നു. ഫസ്റ്റ് റിവ്യൂവിന് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു എല്ലാം ഓക്കെയാണ്, ഇനി നമുക്ക് റൈറ്റ് കണ്ണ് ചെയ്യാമെന്ന് പറഞ്ഞു. അതും അടുത്ത ശനിയാഴ്ച. ഒരു ശനിയാഴ്ച ഒരു കണ്ണ് ചെയ്യുന്നു, അടുത്ത ശനിയാഴ്ച മറ്റേ കണ്ണ് ചെയ്യുന്നു. അതിനുശേഷം ഇതുപോലെ തന്നെ ചൊവ്വാഴ്ച അതിൻ്റെ റിവ്യൂ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഉണ്ടായിരുന്നത് 2 വീക്സ് റിവ്യൂ ആണ്. 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് പിന്നത്തെ റിവ്യൂ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ എല്ലാം ഓക്കെയാണ്. അത് എനിക്ക് ഈശ്വരാനുഗ്രഹത്താൽ നല്ലൊരു സന്തോഷമായി. എല്ലാം ദൈവാനുഗ്രഹം കൊണ്ടെല്ലാം നല്ലതുപോലെ നടന്നു, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സർജറിക്ക് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്ര ദിവസമാണ് നമുക്ക് റെസ്റ്റ് വേണ്ടത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു 15 ദിവസം. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഒരുപാട് മൊബൈൽ യൂസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ പറഞ്ഞു എത്രയാണെങ്കിൽ നമുക്ക് 15 ദിവസം എന്ന് പറഞ്ഞത് 1 മാസം കൊണ്ട് എനിക്ക് പഴയതുപോലെ മൊബൈൽ യൂസ് ചെയ്യാൻ കഴിയുമോ എന്ന് ഡോക്ടറോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 1 മാസം കഴിഞ്ഞാൽ നമുക്ക് പഴയതുപോലെ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. വെറും 15 ദിവസം മാത്രം മതി റെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ എൻ്റെ സർജറി കഴിഞ്ഞിട്ട് 15 ദിവസം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മൊബൈലൊക്കെ യൂസ് ചെയ്യുകയാണ്. ഇനി അവിടുന്ന് പിന്നെ ഈ 2 വീക്സ് റിവ്യൂ കഴിഞ്ഞപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ള 2 കാര്യം. ഒന്ന്, കണ്ണ് കഴുകരുത്. കണ്ണടച്ച് പിടിച്ചിട്ട് നമുക്ക് മുഖം കഴുകാം, പക്ഷേ കണ്ണിൽ വെള്ളം പോകാൻ പാടില്ല. അപ്പം ഞാൻ ചെയ്യുന്നത് നമുക്കൊരു വൈപ്സ് തരുന്നുണ്ട്, അതുകൊണ്ട് കണ്ണ് തുടയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് ഇനി അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് എൻ്റെ കയ്യിൽ വൈപ്സ് ഉള്ളത് കൊണ്ട് ചെയ്യുന്നതാണ് കേട്ടോ. കണ്ണിൽ വെള്ളം പോകാൻ പാടില്ല. പിന്നെ നമ്മുടെ ഐ ഡ്രോപ്സ് നമ്മൾ കണ്ടിന്യൂ ചെയ്യണം, മെഡിസിൻ എല്ലാം കണ്ടിന്യൂ ചെയ്യണം. പിന്നെ ഒരു ടാബ്ലറ്റും ഉണ്ട്, 30 ദിവസത്തേക്ക് കഴിക്കാനുള്ള ഒരു ടാബ്ലറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാതെ വേറെ ഒരുപാട് മെഡിസിൻ ഒന്നും തന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഈ 1 മാസം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഞാൻ ഒരു വീഡിയോയൊക്കെ എടുക്കാനായിട്ട് തുടങ്ങിയത്. മൊബൈൽ നോക്കിയതും 1 മാസത്തിന് ശേഷമാണ്. 15 ദിവസം കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കും, എന്തെങ്കിലും മറ്റുള്ള കോളോ കാര്യങ്ങളോ നോക്കുക, അല്ലാതെ ഞാൻ വേറൊന്നിനും മൊബൈൽ എടുക്കാറില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് എനിക്ക് എൻ്റെ കണ്ണിൽ മരുന്നൊഴിച്ച് തരികയൊക്കെ ചെയ്തിട്ടുള്ളത് മോനാണ് കേട്ടോ. വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിയത് മോനും ഹസ്ബൻഡുമാണ്. അപ്പോൾ വളരെ ശ്രദ്ധയോടെ തന്നെ പുള്ളിക്കാരൻ എല്ലാ സമയങ്ങളിലും, ഞാൻ ശരിക്കും പറഞ്ഞ എത്ര സമയം, ഒരു 15 പ്രാവശ്യം നമുക്ക് 2 കണ്ണിലും മാറി മാറി മരുന്നൊഴിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഇത് കുറച്ച് ഇപ്പോൾ ഞാൻ 7 പ്രാവശ്യം, കഴിഞ്ഞ ദിവസം വരെ 8 പ്രാവശ്യം മരുന്നൊഴിക്കണമായിരുന്നു. ഇപ്പോൾ അത് 7 പ്രാവശ്യമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഓരോ ആഴ്ച ചെല്ലും തോറും മരുന്നുകൾ കുറഞ്ഞു വരും. 1 2 3 4 എന്ന് പറഞ്ഞ നമ്പർ ഇട്ടാണ് നമുക്ക് മരുന്ന് തരുന്നത്. ലെഫ്റ്റ് കണ്ണിൽ ഒഴിക്കുന്നത് റൈറ്റ് കണ്ണിൽ ഒഴിക്കാൻ പാടില്ല, റൈറ്റിൽ ഒഴിക്കുന്നത് ലെഫ്റ്റിൽ ഒഴിക്കാൻ പാടില്ല. അങ്ങനെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് നമ്മൾ. ഇതെല്ലാം ശ്രദ്ധാപൂർവം ചെയ്ത് എന്നെ പരിചരിച്ചത് മോനാണ് കേട്ടോ. ഹസ്ബൻഡിന് സപ്പോർട്ട് നല്ല രീതിയിലുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും ഇപ്പോഴും ഞാൻ ഈ അലാം അടിക്കുന്ന സമയത്ത് ഞാൻ നോക്കും ഏത് മരുന്നാണ് ഒഴിക്കേണ്ടത് എന്ന് നോക്കുമ്പോൾ ഇവൻ തന്നെ പറയുന്നെടുത്ത്, അവൻ വീട്ടിലുണ്ടെങ്കിൽ പറയും ഇന്ന മരുന്ന് അമ്മയെ ഒഴിക്കേണ്ടതെന്ന് പറയും. അവന് ബൈഹാർട്ടാണ് കണ്ണിലൊഴിക്കുന്ന മരുന്നൊക്കെ. എനിക്ക് എത്രത്തോളം പോരാ കേട്ടോ ഇപ്പോഴും. അപ്പോൾ ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മരുന്ന് കണ്ണിലൊഴിക്കാൻ വേണ്ടി അലാം അടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മൊബൈൽ കാണിച്ചിട്ടുള്ളൂ നിങ്ങളെ. ആ സമയത്തെ മരുന്ന് ഒഴിച്ചിട്ടാണ് കേട്ടോ വന്നത്. എനിക്കിതിൽ നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, നമ്മൾ ചില കാര്യങ്ങൾ ഡോക്ടേഴ്സ് നമ്മളോട് അവോയ്ഡ് ചെയ്യാനായിട്ട് പറയാറുണ്ട്. സാഹചര്യം കൊണ്ട് നമുക്കത് അങ്ങനെ ഒഴിവാക്കാൻ പറ്റുന്നില്ല. നമ്മൾ തനിച്ച് ചെയ്യാറുണ്ട്, ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യും.
അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ സാഹചര്യത്തിൻ്റെ വിഷയം കൊണ്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്. നമ്മളത് പബ്ലിക്കിലേക്ക് വിടരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് പേഴ്സണലായിട്ട് പറയാം, ഞാനങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്ന് പറയാം, അത് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ചെയ്യുന്നതാണ്. പക്ഷേ നമ്മളിത് പബ്ലിക്കിലോട്ടായി കഴിയുമ്പം എല്ലാവർക്കും അത് ചെയ്യാനുള്ള പ്രേരണയുണ്ടാവും. തെറ്റാണ് നമ്മൾ ചെയ്യുന്നതെന്ന് നമുക്കറിയാം. അതുകൊണ്ട് പേഴ്സണലായിട്ട് എന്നോടും പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. കാരണം ഞാൻ ചെയ്യും എന്നുള്ള വാശിയൊന്നുമില്ല, നമുക്ക് വേറെ നിവൃത്തിയില്ല. അപ്പം നിങ്ങൾക്ക് ചിലർക്കെങ്കിലും മനസ്സിലായി കാണുമെന്ന് എനിക്ക് തോന്നുന്നു, നിങ്ങൾക്ക് എന്താണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന്. അങ്ങനെ അറിഞ്ഞിട്ടുള്ളവരാരും മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ സർജറി വിശേഷങ്ങളൊക്കെ പറഞ്ഞ് എന്താ ഈ ഒരു ഭാഗം ഇവിടെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഇപ്പുറത്തെ സൈഡിലേക്ക് സാധനങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, ഇവിടെ നിന്ന് അങ്ങോട്ട് മാറ്റിയാണ് ഈ ഭാഗം ക്ലീൻ ചെയ്തത്. അപ്പോൾ ഇനി നമുക്ക് ഈ സൈഡും കൂടെ ചെയ്യണം. ഇപ്പുറത്തെ ഈ മൂന്ന് ഭാഗമുണ്ട് എനിക്ക് കിച്ചൺ കൗണ്ടർ ടോപ്പ്. അപ്പോൾ ഇനി ഈ ഒരു ഭാഗം കൂടെ നമുക്ക്, അപ്പോൾ ഇവിടെ ഞാൻ ജനലിൻ്റെ ആ സൈഡിൽ വെച്ചിട്ടുള്ളത് മണി പ്ലാന്റ് ഒക്കെ കുറച്ച് ഇലകളൊക്കെ ഉണങ്ങിയിട്ട് കുറച്ച് പഴുത്തൊക്കെ ഇരിക്കുന്നുണ്ട്. അതൊക്കെ ഇപ്പോൾ അവർക്കൊന്നും ശ്രദ്ധിക്കാനുള്ള സമയം ഉണ്ടായില്ലല്ലോ. പിന്നെ ഫുഡ് ഉണ്ടാക്കുന്നതും എനിക്ക് ഫുഡ് കൊണ്ടുതരുന്നതും ഒക്കെ ഹസ്ബൻഡും മോനും കൂടെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പലപ്പോഴും എനിക്കൊരു വിഷമം തോന്നിയിട്ടുണ്ട്. മോൻ തന്നെ എനിക്ക് ടേബിളിൽ ഫുഡ് കൊണ്ടുതരിക, ഫുഡ് ഹസ്ബൻഡ് ചോറ് വയ്ക്കും, പിന്നെ പുറത്തും എന്തെങ്കിലും കറി വാങ്ങും, പിന്നെ എനിക്കൊരു ചേച്ചി കൊണ്ടുതരുമായിരുന്നു കേട്ടോ ഫുഡ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി നല്ല സ്നേഹം ഉള്ളതുകൊണ്ടാണ് കൊണ്ടുതരുന്നത്. ഞാൻ പറഞ്ഞു, ചേച്ചി അവർ ചെയ്യട്ടെ, മോനും ഹസ്ബൻഡും ഉണ്ടല്ലോ അവർ ചെയ്തോളും, ചേച്ചി ഇത് കുറച്ച് ദൂരെയാണ്, അവിടുന്ന് ചോറ് കൊണ്ടുതരുമ്പോൾ അത് ബുദ്ധിമുട്ടല്ലേ, അവർ തന്നെ ചെയ്യട്ടെ, ഇങ്ങനെയുള്ള അവസരങ്ങൾ അവർ ചെയ്യണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിക്കുന്നത്. എനിക്ക് എന്തെങ്കിലും ആവശ്യത്തിന് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ സ്നേഹപൂർവ്വം ഞാനത് ഒഴിവാക്കി എന്ന് വേണം പറയാനായിട്ട് കേട്ടോ. അങ്ങനെ കാര്യങ്ങളൊക്കെ ഇവർ ഹസ്ബൻഡും മോനും കൂടെ തന്നെ ചെയ്ത് എല്ലാം ക്ലിയറാക്കി. ഞാൻ പറഞ്ഞല്ലോ ഈശ്വരാനുഗ്രഹത്താൽ വേറെ വിഷയങ്ങളൊന്നുമില്ല. പിന്നെ നമുക്ക് ഇനി എനിക്ക് ജൂൺ മാസം വരെയുണ്ട് ഐ ഡ്രോപ്സ്. അപ്പോൾ കറക്റ്റ് നമുക്ക് കുറച്ചായിട്ടാണ് നമുക്ക് ഈ കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ വന്നു തുടങ്ങുന്നത്. റെസ്റ്റ് എന്നുള്ളത് ഞാൻ പറഞ്ഞതുപോലെ തീർന്നിട്ടുണ്ട്, ബാക്കി കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. അപ്പം ഞാനിതാ ഇത്രയൊക്കെയാണ് സർജറി വിശേഷങ്ങൾ. വല്ലതും വിട്ടുപോയിട്ടുണ്ടോയെന്ന് ഓർമ്മയില്ല കേട്ടോ. മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം ഞാൻ ഇത് നമ്മുടെ മണി പ്ലാന്റൊക്കെ നന്നായിട്ട് കഴുകി ഒന്ന് വൃത്തിയാക്കിയിട്ട് തിരിച്ച് അതുപോലെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ കൗണ്ടർ ടോപ്പിൽ ഞാൻ വെക്കുന്നത് ഉപ്പും വെളിച്ചെണ്ണയാണ് കേട്ടോ. ഈ പാത്രത്തിൽ വെള്ളം നിറച്ചിട്ട് വയ്ക്കും. എന്തെങ്കിലുമൊക്കെ കറികൾക്കൊക്കെ നമുക്ക് ഒഴിക്കാനായിട്ട് ഇതിൽ നിന്നാണ് കേട്ടോ വെള്ളം എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു ഏരിയയും ക്ലീനാക്കി വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് സർജറിയെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ അങ്ങനെ ഒരുപാട് ഹോസ്പിറ്റൽ കേസൊന്നും എനിക്ക് അങ്ങനെ വന്നിട്ടില്ല കേട്ടോ. ഹോസ്പിറ്റൽ കേസ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഡെലിവറിക്ക് ശേഷം ആദ്യമായിട്ടാണെന്ന് തോന്നുന്നുണ്ട് ഞാൻ ഇത്രയും വലിയൊരു റെസ്റ്റ്, ഒരു മാസത്തെ റെസ്റ്റ് എടുത്തിട്ടുള്ളത്. അതും എന്തോ ഈശ്വരാനുഗ്രഹമെന്ന് കരുതുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാനത് നല്ലവണ്ണം ഓരോ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, ഏത് കാര്യങ്ങൾ നമുക്കിനി പുതിയതായിട്ട് ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ ഏതാണ് നമ്മൾ വിട്ടുപോകുന്നത്, പിന്നെ കുറച്ച് നല്ല കാര്യങ്ങൾ നല്ല സമയങ്ങൾ ഏതാണെന്ന് ഓർമ്മിച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും എൻ്റെ മനസ്സിലേക്ക് ഓടി വന്ന് യൂട്യൂബിൽ തന്നെയാണ് കേട്ടോ. യൂട്യൂബിൽ ലൈവ് ചെയ്തിട്ടുള്ള ലൈവ് ചെയ്ത സമയം ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അതിലെനിക്ക് എടുത്തു പറയേണ്ട കുറേ പേരുകളുണ്ട്. അതിലും ഏറ്റവും എനിക്ക് പറയാതിരിക്കാൻ പറ്റാത്ത ഒരു പേരാണ് ജോബി. ഇപ്പോൾ വല്ലപ്പോഴും ഒക്കെ മെസ്സേജൊക്കെ ചെയ്യാറുണ്ട്, കാണുന്നില്ല. ഇപ്പോൾ ലൈവ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ജോബിയെ കണ്ടുമുട്ടാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഒരുപാട് പേരുണ്ട്, സാബുജി, ദിയ, നമ്മുടെ കൺമണി, ഒരുപാട് പേര് വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് തന്നെ. ഒരുപാട് അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേരുകൾ പറയേണ്ടിയായിട്ട് വരും, ഒന്നൊക്കെ ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ ആ ഒരു സമയം ഞാൻ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ആലോചിച്ചിട്ട് ഞാൻ സമയം തീർക്കുകയാണ്. ഒരു മാസം ചെറുതല്ലല്ലോ, കാരണം നമുക്കൊന്നും മൊബൈലും നോക്കാൻ പറ്റത്തില്ല. മെയിനായിട്ടുള്ള വിഷയം അതാണ്. പിന്നെ ഞാൻ നേരത്തെ ഒരു വീഡിയോ കണ്ടിരുന്നു, ഒരു കേന്ദ്ര വിദ്യാലയം, ഈശ്വരി അങ്ങനെ പേര് മറന്നുപോയി കേട്ടോ. അവിടുത്തെ ഒരു സിസ്റ്ററിൻ്റെ വീഡിയോ പലതവണ ഞാൻ കാണുമായിരുന്നു. ആ സിസ്റ്റർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നമുക്കിങ്ങനൊരു പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ റെസ്റ്റൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾക്ക് അപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണോ അത് ചെയ്യുക. ആ സിസ്റ്റർ ചെയ്തിരുന്നത് ബുക്ക് വായനയായിരുന്നു പറഞ്ഞു. എനിക്ക് വായനയോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിക്കുമായിരുന്നു. നമുക്കിനിയും വല്ലതും ചെയ്യാൻ ഉള്ളതുണ്ടോ, നമ്മൾ വല്ലതും വിട്ടുപോകുന്നുണ്ടോ, നമുക്ക് ഏത് സമയമായിരുന്നു നല്ലത് എന്നൊക്കെ ആലോചിച്ച് എനിക്ക് കിട്ടിയത് ഒരു ഉത്തരം ഈ ലൈവായിരുന്നു കേട്ടോ. വളരെ സന്തോഷമായിട്ടുള്ള ഒരു സമയമായിരുന്നു എനിക്കത്. അപ്പോൾ ഞാനിതാ ഗ്രോസറിയൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ ബോട്ടിലൊക്കെ കാര്യമായിരിക്കേണ്ട, അതൊന്നും അതിലേക്കൊന്നും ഇട്ട് വയ്ക്കാനായിട്ട് പറ്റിയിട്ടില്ല. അതിനിപ്പോൾ അതൊക്കെ എനിക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ ക്ലീനിങ് ഇവിടെ തീർന്നിട്ടുണ്ട്. സർജറി വിശേഷങ്ങൾ ഏകദേശമൊക്കെ ഞാൻ
ഒരുവിധം പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. പറഞ്ഞതിൽ വല്ല തെറ്റുകുറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ചിലതൊക്കെ ഇടയ്ക്ക് വെച്ച് വിട്ടു പോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ വല്ലതും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ ഞാൻ രാവിലെ അവിയലും പയറും മെഴുക്കുപുരട്ടിയും പിന്നെ രസവും ഉണ്ട് കേട്ടോ. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കറികൾ. പാചകമൊക്കെ വളരെ കുറച്ച് എനിക്ക് പെട്ടെന്ന് തന്നെ ഇത് ചെയ്യേണ്ടതുകൊണ്ട് കുക്കിംഗ് അങ്ങോട്ട് പെട്ടെന്ന് തീർത്തു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നല്ല അടിപൊളി ഒരു കടലക്കറിയും വയ്ക്കാം കേട്ടോ. അതിന് വേണ്ടി ഞാൻ വെള്ളക്കടലയാണ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് രാത്രി തന്നെ. അതിനെ ഒരു കുക്കറിലേക്ക് ആക്കി കൊടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരു 8-10 വിസിൽ വരുന്നത് വരെ ഞാനിത് വേവിക്കും കേട്ടോ. നന്നായിട്ട് നമ്മുടെ ഈ കടല വെന്ത് വരണം. അപ്പോൾ ഈ കടലയിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ സർജറിയുടെ സമയത്ത് എനിക്ക് ഏറ്റവും ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഒരു വിഷമമായിട്ട് തോന്നിയിട്ടുള്ളത് എൻ്റെ കാര്യങ്ങൾ എന്നെ ശ്രദ്ധാപൂർവ്വം പരിചരിച്ച എൻ്റെ മോനാണ്. മക്കൾ തന്നെയാണ് ചെയ്യേണ്ടത്. നിങ്ങൾ ചിന്തിക്കുന്ന മക്കളല്ലേ ഇതൊക്കെ ചെയ്യാനുള്ളത്, മക്കളെ ഹസ്ബൻഡ് ആണ്, മക്കൾ തന്നെയാണ്. ചെയ്യാത്ത മക്കളെ എനിക്കറിയാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഈ കാണിക്കുന്ന ഒരു ചോപ്പിംഗ് ബോർഡാണ്. ഇത് നല്ലൊരു അടിപൊളി കട്ടിംഗ് ബോർഡാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ കൗണ്ടർ ടോപ്പിൽ ഇങ്ങനെ ഇതങ്ങ് ഫിറ്റ് ചെയ്തായിട്ട്, ഫിറ്റ് മീൻസ് അങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാൻ പറ്റും. ഈ മോൾഡിങ് ഉള്ളത് കൊണ്ട് എനിക്കൊരു ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ. കാരണം നന്നായിട്ടത് എന്നാലും ഇരിക്കും, അനങ്ങത്തൊന്നുമില്ല കേട്ടോ. ഇതിൻ്റെ കൂടെ ഒരു ചപ്പാത്തി നമുക്ക് പരത്താനായിട്ട് ഒരു ചപ്പാത്തി റോള് പോലെ അതുപോലത്തെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതാണ് ഞാൻ കണ്ടോ, ഈ മോൾഡിങ് ഉള്ളത് കൊണ്ട് ഒരല്പം പൊങ്ങിയാണ് ഈ ഭാഗം ഇരിക്കുന്നത്. അപ്പോൾ ഇത് ചളുങ്ങയൊന്നുമില്ല കേട്ടോ. ചളുങ്ങ എന്ന് പറഞ്ഞാൽ ഈ ഞണുങ്ങ എന്നൊക്കെ പറയാം. എന്താണ് ഇവിടെ പറയാമെന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ നാട്ടിൽ ചളുങ്ങ എന്ന് പറയും കേട്ടോ. അപ്പോൾ അങ്ങനെ വരത്തില്ല, കാരണം നല്ല കട്ടിയുള്ള സ്റ്റീലാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഈ ഒരു സബോളയുടെ പകുതി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ മോന് ഈ കണ്ണിലെ ഞാൻ മരുന്ന് കഴിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ പല ദിവസങ്ങളിലും എനിക്ക് മിക്ക ദിവസങ്ങളും ഫുഡ് എടുത്തുകൊണ്ട് തരുന്നവനാണ് കേട്ടോ. അപ്പോൾ ഈ ഫുഡ് കഴിച്ചിട്ട് ആ പാത്രം പോലും എന്നെ എടുക്കാൻ സമ്മതിക്കത്തില്ല. ഇവൻ തന്നെയാണ് കഴുകി കൊണ്ട് വയ്ക്കുന്നതും എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ഇപ്പോഴൊക്കെ ചിന്തിക്കും, ഇത്രത്തോളം സ്നേഹവും കരുതലും ഒക്കെ ഹസ്ബൻഡിനാണെങ്കിലും മക്കൾക്കാണെങ്കിലും ഉണ്ടെന്നുള്ള സർജറി വേണ്ടി വന്നു കേട്ടോ. ശരിക്കും എനിക്ക് മനസ്സിലാക്കാനായിട്ട് എല്ലാം ഈശ്വരാനുഗ്രഹം എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇതാണ് സർജറി വിശേഷങ്ങൾ. ഇത്രയൊക്കെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയൊക്കെ ഒന്നും വിട്ടുപോയിട്ടില്ല എന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കടായി വെച്ചിട്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ള സവോള ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. നമുക്ക് അത്യാവശ്യം ഒന്ന് വഴന്ന് വരണം, ഒരുപാട് ബ്രൗൺ ആകേണ്ട ആവശ്യമില്ല. വഴറ്റിയെടുത്തിട്ട് ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു 2-3 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെയാണ് ചേർത്ത് കൊടുത്ത്. അന്ന് സൂം ചെയ്ത് കാണിക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ കടല കറിയായിട്ടില്ല, വിസിലൊക്കെ വരുന്നുണ്ട്. നന്നായിട്ട് വേകണം. അത് ഞാൻ പറഞ്ഞ കണക്ക് ഒരു 10 വിസിൽ വരെയൊക്കെ ഞാൻ വെക്കാറുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് ഇതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ചേർത്തിട്ട് നമുക്കിത് അരച്ചെടുക്കാനായിട്ടുള്ളതാണ്. തണുത്തതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കാം. ഇതൊന്ന് നന്നായിട്ട് വഴന്ന് വരട്ടെ. ഇപ്പോൾ ഞാനിതിൽ മുളക് പൊടിയും മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടില്ല. ഒന്നുകൂടി ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്കത് ചേർത്ത് കൊടുക്കാം. തക്കാളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 തക്കാളി കട്ട് ചെയ്തത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടിയാണ് നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കുന്നത്. നല്ലതുപോലെ അരച്ചെടുക്കണം. ഇനി ഞാൻ സോഫ്റ്റ് പുട്ടിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഞാൻ ഇതുപോലെ ഒരു ചോപ്പറിലാണ് കേട്ടോ ചെയ്യുന്നത്. നമുക്ക് മിക്സിയിൽ വേണമെങ്കിലും അരച്ചിട്ടെടുക്കാം. ഞാനിപ്പോൾ ഇത് ഈ ചോപ്പറിലാണ് ചെയ്യുന്നത്. ഈ ഒരു ട്രിക്ക് എനിക്ക് ഈ ഐഡിയ പറഞ്ഞു തന്നത് ദിയയാണ് കേട്ടോ. യൂട്യൂബുണ്ട്, പുള്ളിക്കാരി ഇപ്പോൾ അത്ര ആക്റ്റീവ് അല്ല അവൾ ചാനലിലൊന്നും. അപ്പോൾ അവളെൻ്റെ അടുത്ത് പറഞ്ഞത് മിക്സിയിൽ അരച്ചെടുക്കാനാണ് പറഞ്ഞത്. ഒരു 1/4 ഭാഗം അരയ്ക്കാൻ പാടുള്ളൂ. ഒരുപാട് അരഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കുഴഞ്ഞു പോകും നമ്മുടെ മാവ്. അതുകൊണ്ട് ഇതുപോലെ ചോപ്പ് ചെയ്തെടുക്കുന്നതാണ് എനിക്ക് കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നിയിട്ട്. അല്ലെങ്കിൽ നമ്മൾ മിക്സിയിൽ അരയ്ക്കുകയാണെങ്കിൽ കുറച്ച് മാത്രം, ഒരു 1/4 ഭാഗം മാത്രം അരച്ചിട്ടെടുക്കുക. കൈകൊണ്ട് ഞെരടി ചേർത്താലും നല്ലതാണെന്ന് അവൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ചോറ് കൈകൊണ്ട് അങ്ങനെ ഞെരടി എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ. ഇത് നല്ലവണ്ണം വേവുള്ള ഒരു ചോറാണ്. അതെനിക്ക് തോന്നുന്നില്ല ശരിയായി കിട്ടുമെന്ന്. ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പം നമുക്ക് ഈ ചോപ്പറിൻ്റെ ഈ ബ്ലേഡ് വയ്ക്കുമ്പോൾ വിരലിങ്ങനെ വെച്ച് അടച്ച് വെച്ചാൽ ഈ ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ. ഇതിലേക്ക് ചോറ് വീണെങ്കിൽ പിന്നെ അത് പാടാണ്, നമുക്കത് അടയാനൊക്കെ ഒരു ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തോന്നും. അതുകൊണ്ട് ഞാൻ ഇപ്പോഴത്തെ ഇങ്ങനെ ഈ വിരൽ വെച്ചിട്ടാണ് ചോറ് ഇതിലേക്ക് ഇടുന്നത്. നമ്മൾ ഈ ചോപ്പർ അടച്ച് വെച്ചിട്ട് ഒന്നങ്ങ് പ്രസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് നന്നായിട്ട് ചോപ്പായി വരും.
പാകത്തിന് നമുക്ക് കിട്ടും. മിക്സിയിലാണ് ചിലപ്പോൾ അരഞ്ഞു പോകും. ശ്രദ്ധിച്ച് അരച്ചില്ലെങ്കിൽ അത് അരഞ്ഞു പോകും. അരഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മാവ് കുഴഞ്ഞു പോയിട്ടുണ്ടാവും. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ചോപ്പർ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. ഇത്രയും നല്ല സോഫ്റ്റ് പുട്ട് സത്യം പറഞ്ഞാൽ വേറെ പല രീതിയും ചെയ്ത് നോക്കിയിട്ടും എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. ഇത്ര നല്ല രീതിയിൽ ഞാനിപ്പോൾ ഇങ്ങനെ മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. അല്ലാതെ നമ്മൾ ഒരു ദിവസം ചോറ് ഇല്ലാതെ എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ബാക്കി തലേദിവസത്തെ ചോറ് ഉണ്ടാവില്ലല്ലോ. അപ്പോഴെനിക്ക് സത്യം പറഞ്ഞാൽ നല്ല സോഫ്റ്റ് പുട്ട് കിട്ടാറില്ല. എങ്ങനെ ചെയ്താലും കിട്ടാറില്ല. അപ്പോൾ ഇതൊരു നല്ല ഐഡിയ ആണ്. നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടില്ല ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ, ഈ ഐഡിയ പരീക്ഷിച്ച് നോക്കിയിട്ടില്ലെങ്കിൽ. അപ്പോൾ ഇതിവിടെ നമ്മൾ മുളക് പൊടിയൊക്കെ ചേർത്ത് തണുത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് അരച്ചെടുക്കണം. ഇനി ഞാനൊരു പാത്രത്തിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പുട്ടിൻ്റെ മാവാട്ടം എടുക്കുന്നത്. അപ്പോൾ ഈ മാവ് എടുത്തിട്ട് നമുക്കിതിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഉപ്പ് ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ ചോറ് നമുക്ക് ഇനി കുറച്ചേ ഉള്ളൂ. ഇത് നമുക്ക് ചിലപ്പോൾ കുറച്ചധികം പുട്ട് ഉണ്ടാക്കണമെങ്കിൽ ചോറ് തികഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പോഴും നമുക്ക് പോരാത്തത് കുറച്ച് വെള്ളം നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് തളിച്ച് കൊടുത്തിട്ട് സാധാരണ പുട്ടിന് മാവ് നനയ്ക്കും പോലെ തന്നെ നമുക്ക് നനച്ചെടുക്കാൻ പറ്റും. ഈ ഒരു പുട്ടിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. അത് എത്ര പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സോഫ്റ്റാണ് അതിന്. നിങ്ങളിങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് പരീക്ഷിച്ചോളൂ കേട്ടോ, അടിപൊളിയായിരിക്കും. അപ്പം ഞാൻ അതിലേക്ക് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്കിത് മിക്സ് ചെയ്ത് നനച്ചെടുക്കാം നല്ലതുപോലെ. ഒരുപാട് സമയം അങ്ങനെ അമർത്തി അങ്ങനെ ബലം കൊടുത്തൊന്നും കുഴക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതെനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ, ചോറ് കൊണ്ട് മാത്രം നമുക്കിതിങ്ങനെ കുഴച്ചെടുക്കാൻ പറ്റും. സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ദിയ പറഞ്ഞപ്പോഴാണ് എനിക്കിത് മനസ്സിലായത്. നല്ലൊരു ഐഡിയ ആണ്. താങ്ക്സ് കേട്ടോ ദിയ. ഇപ്പോൾ ദിയ നല്ല അടിപൊളിയായിട്ട് ഞാനിവിടെ മാവ് നനച്ചെടുത്തിട്ടുണ്ട്. പുട്ടിനുള്ള ആവശ്യത്തിനുള്ള മാവ്. തേങ്ങ ഞാൻ ഇതിനിടയിൽ കൂടെ തന്നെ ചിരണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഇവിടെ കണ്ട മാവിന് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഒട്ടും കട്ടായിട്ടാണ് നമുക്കത് നനച്ചെടുക്കാനായിട്ട് പറ്റി. ഇനി നമുക്കിത് സാധാരണ പുട്ട് പുഴുങ്ങുന്ന കണക്കന്നെ നമുക്ക് വാരി വെച്ചിട്ട് പുട്ടുകുടത്തിൽ ഞാൻ അപ്പുറത്ത് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതവിടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. ഇനി പുട്ട് അവിടെ ഇരുന്ന് റെഡിയാകട്ടെ. ഇപ്പുറത്ത് നമുക്ക് കടലക്കറി വയ്ക്കാം. അപ്പം നമ്മൾ സവോള തക്കാളിയൊക്കെ വഴറ്റി അതേ പാൻ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് കടുക് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ വറ്റൽമുളകും കറിവേപ്പിലയും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തിട്ട് നമ്മൾ അരച്ചെടുത്ത മിക്സിയിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് അതുകൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കടലുണ്ട് നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ഈ കറിക്ക് ഇതുപോലെ വെന്ത് കിട്ടണം. നമുക്ക് കുറച്ച് ഇതിലേക്കൊന്ന് ഉടച്ച് ചേർക്കാനായിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അല്ലെങ്കിൽ തന്നെയും ഉടച്ച് ചേർക്കാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട. നമ്മുടെ കറിക്ക് ആവശ്യത്തിനുള്ള കൊഴുപ്പ് കിട്ടും. നമ്മൾ സവോള പച്ചമുളക് ഇതൊക്കെയല്ലേ വഴറ്റി അരച്ച് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് കൊഴുപ്പ് കിട്ടും. വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ട് തവി കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതൊക്കെ ഞാൻ ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഉപ്പ് നോക്കി, ഉപ്പൊക്കെ പാകത്തിന് ഇല്ല, കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് പിന്നെ നമുക്കിതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കാനുള്ളത് ഒന്നും അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പുട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കാസറോൾ, അതാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. ഇങ്ങനെ വെക്കരുത്, നമ്മൾ അടുപ്പിൻ്റെ അടുത്തുകൊണ്ട് വെക്കരുത്. 2 സ്റ്റൗവും ഓണായിരിക്കുകയാണ്. ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാസറോൾ കംപ്ലൈൻ്റ് ആകാൻ ചാൻസ് കൂടുതലാണ്. ഇതിനകത്തുള്ള തെർമോക്കോൾ കേടായി പോവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. പിന്നെ എനിക്കിതൊക്കെല്ലാം കൂടെ ക്യാമറയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ വെച്ചിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് ആരും അങ്ങനെ ചെയ്യരുത്. ഞാൻ പല വീഡിയോയിലും അങ്ങനെ ചെയ്തിട്ടുണ്ട്. പലപ്പോഴായിട്ട് നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ചെയ്യുന്നത് കണ്ട് നിങ്ങൾ ചെയ്യരുത്. എല്ലാവർക്കും അറിയുന്നതാവാം, അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് കുറച്ച് നമ്മുടെ കടലക്കറിയിലേക്ക് കുറച്ച് ഗരം മസാലയും മല്ലിയിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. സ്റ്റവ് ഓഫാക്കി നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ പുട്ടും വെന്തിട്ടുണ്ട്. അത് ഞാൻ കാസറോളിൽ മാറ്റി കാണിച്ചല്ലോ. അപ്പോൾ ഇത് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ പരിപാടി ഇതാണ്. എപ്പോഴും ക്ലീൻ ചെയ്തേ പറ്റൂ. പുട്ടിൻ്റെ മാവൊക്കെ ഇവിടെയൊക്കെ വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ കടലക്കറിയും പുട്ടുമൊക്കെ നമ്മൾ റെഡിയായി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഞാൻ ടെറസിൻ്റെ മുകളിലൊക്കെ തൂക്കാനായിട്ട് വരും. ടെറസിൻ്റെ മുകളിൽ ശരിക്കും അഴുക്കുണ്ട് കേട്ടോ, തൂക്കാതെ കിട്ടിയിരുന്നതല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് തൂത്ത് അപ്പോഴത്തന്നെ തൂക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ മഴയും വന്നു കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി മഴയാണ്. അപ്പോൾ ഞാൻ പിന്നെ തൂക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ പിറ്റേ ദിവസമാണ് എനിക്ക് തൂക്കാൻ പറ്റിയത്. അപ്പോൾ നമുക്ക് പിന്നെ അതൊന്നും മോനോ അല്ലെങ്കിൽ ഹസ്ബൻഡോ അവർക്ക് കൊണ്ട് പറ്റില്ലല്ലോ അതൊന്നും ചെയ്യാനായിട്ട്. അതൊക്കെ അവിടെ ബാക്കിയുണ്ടായിരുന്നു. കുറച്ചായിട്ട് ചെയ്ത് തീർക്കാമെന്നാണ് ഞാൻ കരുതിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പം നമുക്ക് വീണ്ടും ഇതുപോലെയുള്ള നല്ലൊരു വീഡിയോയുമായി വരാം. താങ്ക് യു.